Hi, my dear friends. I'm your teacher Rama, and welcome back to my easy English class. Today, we are going to learn about the third member of the present tense family, the present perfect tense. Before that, we need to learn what a verb is. So, let us go to the class. You know, my dear friends, what a verb is? Yes, a verb is an action. A verb shows an action. A verb is a word that shows an action, a state, or an occurrence. Verbs in English have 5 main forms. വെർബ് എന്നാൽ ക്രിയ. എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്രിയ അല്ലെങ്കിൽ വെർബ് എന്ന് പറയുന്നത്. കൂട്ടുകാർ ഇതെല്ലാം ഗ്രാമർ നോട്ടിൽ എഴുതി വയ്ക്കാൻ മറക്കരുതേ. 5 രൂപങ്ങളാണ് വെർബിനുള്ളത്. ആദ്യത്തെ നമുക്ക് പഠിക്കാം, ബേസ് ഫോം. ഇതിനെ നമ്മൾ V1 എന്ന് പറയുന്നു. വെർബിൻ്റെ ആദ്യത്തെ രൂപം V1. ഒറിജിനൽ ഫോം ഓഫ് ദ വെർബ് യൂസ്ഡ് ഇൻ ദ പ്രസന്റ് ടെൻസ്. അതിനെ നമ്മൾ ബേസ് ഫോം V1 ആയിട്ട് പഠിക്കുന്നു. അതായത് പ്രസന്റ് ടെൻസിൽ ഐൻ്റെയും യുവിൻ്റെയും ദയുടെയും കൂടെ വിത്ത് ഐ, യു ആൻഡ് ദേ ആയിട്ടാണ് ഈ ബേസ് ഫോം നമ്മൾ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഗോ, ഈറ്റ്, പ്ലേ, റൈറ്റ്. ഐ ഗോ ടു സ്കൂൾ എവരി ഡേ. അവിടെ നോക്കൂ, ഗോയിൻ്റെ ഇപ്പുറത്ത് ഐ ആണ്. ഐൻ്റെ കൂടെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഐ ഗോ ടു സ്കൂൾ എവരി ഡേ. എല്ലാ ദിവസവും ഞാൻ സ്കൂളിൽ പോകുന്നു, കളിക്കുന്നു, കഴിക്കുന്നു, എഴുതുന്നു. ഇത് ബേസ് ഫോം ആണ്. വെർബിൻ്റെ ബേസ് ഫോം ആണ്. ഗോ പോകുന്നു, ഈറ്റ് കഴിക്കുന്നു, പ്ലേ കളിക്കുന്നു, റൈറ്റ് എഴുതുന്നു. സെൻറ്റൻസിൽ ഉപയോഗിക്കുമ്പോൾ ഐ ഗോ ടു സ്കൂൾ എവരി ഡേ. അങ്ങനെ ഓരോന്നിനും ഉദാഹരണങ്ങൾ കണ്ടുപിടിച്ച് കൂട്ടുകാർ എഴുതി വയ്ക്കുമല്ലോ. വെർബിൻ്റെ രണ്ടാമത്തെ രൂപമാണ് പാസ്റ്റ് സിമ്പിൾ, V2 എന്നറിയപ്പെടുന്നു. വെർബിൻ്റെ രണ്ടാമത്തെ രൂപം യൂസ്ഡ് ഫോർ ആക്ഷൻസ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ്. കഴിഞ്ഞ കാലത്ത്, അതായത് ഭൂതകാലത്ത് നടന്നു കഴിഞ്ഞ ആക്ഷൻസ്, പ്രവർത്തികളെ പറയാനാണ് നമ്മൾ വെർബിൻ്റെ രണ്ടാമത്തെ രൂപമായ V2 ഉപയോഗിക്കുന്നത്. പാസ്റ്റ് സിമ്പിൾ ഫോം. ഫോർ എക്സാമ്പിൾ, വെൻറ്റ്, എയ്റ്റ്, പ്ലേഡ്, റോട്ട്. നമ്മൾ V1 രൂപത്തിൽ പഠിച്ച ഗോ, ഈറ്റ്, പ്ലേ, റൈറ്റ് ഇതിൻ്റെ ഭൂതകാലമാണ്, പാസ്റ്റ് ടെൻസ് തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ളത്. നോക്കൂ, ഗോ നമ്മൾ ആദ്യത്തെ രൂപത്തിൽ പഠിച്ചു, V1 പഠിച്ചു. അത് പാസ്റ്റിലായപ്പോൾ വെൻറ്റ്. പോവുക എന്നത് പോയി എന്നായി. കഴിക്കുക എന്നത് കഴിച്ചു എന്നായി. കളിക്കുക എന്നത് കളിച്ചു എന്നായി. എഴുതുക എന്നത് എഴുതി എന്നായി മാറി. അതായത് ആക്ഷൻസ് സംഭവിച്ചു കഴിഞ്ഞു. ആക്ഷൻസ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ്. ഇതിനെ നമ്മൾ വെർബിൻ്റെ സെക്കൻഡ് ഫോമായിട്ട് ഉപയോഗിക്കുന്നു. ഷീ എയ്റ്റ് ലഞ്ച് അറ്റ് നൂൺ. അവൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു. കഴിച്ചു എന്ന് പറഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞു. നേരെ മറിച്ച് ഫോം 1 അത് ഈറ്റ് എന്നേ പറയൂ, കഴിക്കുന്നു എന്നേ പറയൂ. അത് പ്രസൻറ്റ് ടെൻസിലാണ് ഉപയോഗിച്ചത്. ഇവിടെ പാസ്റ്റിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞു പോയ കാര്യമാണ് നമ്മൾ പറയുന്നത്. അതായത് പോയി, കഴിച്ചു, കളിച്ചു, എഴുതി. ഇതിനെ നമ്മൾ വെർബിൻ്റെ സെക്കൻഡ് ഫോം എന്ന് വിളിക്കുന്നു. വെർബിൻ്റെ മൂന്നാമത്തെ രൂപം, ദ തേർഡ് ഫോം ഓഫ് ദ വെർബ് V3 എന്നറിയപ്പെടുന്നു. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നാണ് വിളിക്കുന്നത്. ഇത് നമുക്ക് പെർഫെക്റ്റ് ടെൻസുകൾ പഠിക്കാൻ അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു രൂപമാണ്. വെർബിൻ്റെ ഒരു രൂപമാണ്. ഭൂതകൃത്യ രൂപം എന്ന് മലയാളത്തിൽ ഇത് അറിയപ്പെടുന്നു. യൂസ്ഡ് വിത്ത് ഹാസ്, ഹാവ് ആൻഡ് ഹാഡ്. പെർഫെക്റ്റ് ടെൻസിൽ എല്ലാം തന്നെ ഈ ഒരു വെർബിൻ്റെ രൂപമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ആദ്യത്തെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഉപയോഗിക്കുന്നത്. ഹാസും, ഹാവും, ഹാഡും. ഫോർ എക്സാമ്പിൾ, ഗോൺ, ഈറ്റൺ, പ്ലേഡ്, റിട്ടൺ. ഗോൺ പോയിരിക്കുന്നു എന്ന് വെച്ചാൽ നമുക്ക് വെൻറ്റ് എന്നവിടെ ഉപയോഗിക്കാൻ കഴിയില്ല. പോയി എന്നേ ഉള്ളൂ. പോയി എന്ന് പറയുമ്പോൾ പിന്നെ വരില്ല. എന്നാൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്
അല്ലെങ്കിൽ മറ്റ് പെർഫെക്റ്റ് ടെൻസിലൊക്കെ ആ ഒരു പ്രവർത്തനത്തിൻ്റെ ഇഫക്റ്റ് ഇപ്പോഴും ഉണ്ടായിരിക്കും. കഴിഞ്ഞതാണെങ്കിലും ആ ഒരു പ്രവർത്തനത്തിൻ്റെ ഇഫക്റ്റ് ഇപ്പോഴും പ്രസൻറ്റിലും ഉണ്ടായിരിക്കും. അതിനാണ് നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നത്. ഗോൺ, പോയിരിക്കുന്നു, പോയിട്ടുണ്ട് ആൾ, പക്ഷേ ഇപ്പോഴും അതിൻ്റെ ഒരു ഇഫക്റ്റ് ഉണ്ട്. കഴിച്ചിരിക്കുന്നു, കളിച്ചിരിക്കുന്നു, എഴുതിയിരിക്കുന്നു. ഗോൺ, ഈറ്റൺ, പ്ലേഡ്, റിട്ടൺ. സെൻറ്റൻസിൽ പറയുമ്പോൾ ദേ ഹാവ് ഗോൺ ടു ദ മാർക്കറ്റ്, അവർ മാർക്കറ്റിലേക്ക് പോയിരിക്കുന്നു. അടുത്ത ഫോം V4 ആണ്. വെർബിൻ്റെ 4ാമത്തെ രൂപം പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ, ING കൂടി ചേർന്ന് വരുന്നു. പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്ന് അറിയപ്പെടുന്നു. യൂസ്ഡ് ഇൻ കണ്ടിന്യൂസ് ടെൻസസ്. കണ്ടിന്യൂസ് ടെൻസിലുകളിലാണ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ING ഫോം, അതായത് V4 ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഗോയിങ്, ഈറ്റിംഗ്, പ്ലേയിങ്, റൈറ്റിംഗ്. ഗോയിങ്, ഈറ്റിംഗ്, പ്ലേയിങ്, റൈറ്റിംഗ്, അവിടെയൊക്കെ നമ്മൾ ING ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹീസ് റൈറ്റിംഗ് എ ലെറ്റർ. സെൻറ്റൻസിൽ പറയുമ്പോൾ ഹീസ് റൈറ്റിംഗ് എ ലെറ്റർ, അവൻ ഒരു ലെറ്റർ എഴുതുന്നു. തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രവൃത്തിക്കാണ് ഈ 4ാമത്തെ രൂപം ഉപയോഗിക്കുന്നത് വെർബിൻ്റെ. പോകുന്നു, കഴിക്കുന്നു, കളിക്കുന്നു, എഴുതുന്നു. അവിടെ കഴിയുന്നില്ല പ്രവൃത്തി, തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കണ്ടിന്യൂവസ് ടെൻസസ്. വെർബിൻ്റെ 5ാമത്തെ രൂപമാണ് തേർഡ് പേഴ്സൺ സിംഗുലർ പ്രസൻറ്റ്. 3ാം പേര് തേർഡ് പേഴ്സൺ സിംഗുലർ പ്രസൻറ്റ് വർത്തമാന രൂപം. ഇതാണ് വെർബിൻ്റെ 5ാമത്തെ ഫോം. യൂസ്ഡ് ഇൻ ദ പ്രസൻറ്റ് ടെൻസ്. പ്രസൻറ്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത് വിത്ത് ഹി, ഷീ, ഇറ്റ്. ഹി, ഷീ, ഇറ്റ്. തേർഡ് പേഴ്സണായ ഹി, ഷീ, ഇറ്റ് ഇവയുടെ കൂടെയാണ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഗോസ്, ഈറ്റ്സ്, പ്ലേസ്, റൈറ്റ്സ്. എസ് അവിടെ ചേരുന്നു. ഷീ പ്ലേസ് ദ പിയാനോ വെൽ, അവൾ പിയാനോ നന്നായിട്ട് വായിക്കുന്നു. നമ്മളിതിനെ ചുരുക്കി പറയുകയാണെങ്കിൽ വെർബ് അഥവാ ക്രിയ 5 ഫോംസ് ഉണ്ട്. V1, V2, V3, V4 ആൻഡ് V5. വെർബിൻ്റെ ഫസ്റ്റ് ഫോമിൽ ബേസ് ഫോമാണ് ഗോ. എക്സാമ്പിൾ പാസ്റ്റിലാണ് V2 ഉപയോഗിക്കുന്നത്. വെൻറ്റ്. എക്സാമ്പിൾ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് പെർഫെക്റ്റ് ടെൻസുകളിലൊക്കെ V3 ഫോം. എക്സാമ്പിൾ ഗോൺ. V4 വെർബിൻ്റെ 4ാമത്തെ രൂപം പ്രസൻറ്റ് പാർട്ടിസിപ്പിളാണ്, ING കൂടെ ചേർന്ന് വരുന്നു. ഗോയിങ്. V5 5ാമത്തെ രൂപം തേർഡ് പേഴ്സൺ സിംഗുലർ പ്രസൻറ്റ്. ഗോസ്, അവിടെ ഗോസ്. എക്സാമ്പിൾ. ഇനി നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്താണെന്ന് പഠിക്കാം. ദ തേർഡ് മെമ്പർ ഓഫ് പ്രസൻറ്റ് ടെൻസ് ഫാമിലി. യെസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്, അവനെക്കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പ്രസൻറ്റ് ടെൻസ് ഫാമിലിയിലെ 1ാമത്തെയാൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആയിരുന്നു. 2ാമത്തെയാൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരുന്നു. ഇതാ 3ാമത്തെയാൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. എന്താണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ആക്ഷൻസ് ഓർ ഇവൻറ്റ്സ്, അതായത് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ ദാറ്റ് ഹാവ് ഒക്കേർഡ്, അത് എപ്പോഴാണ് സംഭവിച്ചത്? അറ്റ് ആൻ അൺസ്പെസിഫൈഡ് ടൈം ഇൻ ദ പാസ്റ്റ്, കഴിഞ്ഞ കാലത്ത്. അതിനൊരു ടൈമൊന്നുമില്ല, എപ്പോഴോ സംഭവിച്ചു, പക്ഷേ അതിൻ്റെ ഇഫക്റ്റ് ഇപ്പോഴും ഉണ്ട്. ബട്ട് ആർ കണക്റ്റഡ് ടു ദ പ്രസൻറ്റ്, ഇപ്പോഴും അതിൻ്റെ ഇഫക്റ്റ് ഉണ്ട്. അതിനെ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നു. വൺസ് മോർ, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് actions or events that have occurred at an unspecified time in the past but are connected to the present. ഇതിൻ്റെ ഈ സ്ട്രക്ചർ നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെൻറ്റൻസ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ എഴുതുമ്പോൾ തെറ്റുകയേ ഇല്ല. ഒരു സബ്ജക്റ്റ് ഉണ്ടാവും, ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉണ്ടാവും, കൂടെ തന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ മനസ്സിലായല്ലോ കൂട്ടുകാർക്ക് നമ്മളിവിടെ വെർബിൻ്റെ ഫോം പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത. യെസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഹി ഹാസ് ഈറ്റൺ, ഷീ ഹാസ് ഈറ്റൺ, ഇറ്റ് ഹാസ് ഈറ്റൺ. ഈറ്റൺ എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്. അതേപോലെ തന്നെ ദേ ഹാവ് ലിവ്ഡ്, ഷീ ഹാസ് ട്രാവൽഡ് ടു ചൈന, ഷീ ഹാസ് ട്രാവൽഡ് ടു ചൈന. ഇവിടെ ലിവ്ഡ്, ട്രാവൽഡ് ഒക്കെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്. ഒരു കാര്യം പ്രത്യേകം കൂട്ടുകാർ ഓർക്കുക, ദേ വരുമ്പോൾ ഹാവ് ആണ് ഉപയോഗിക്കേണ്ടത്, ഹാസ് അല്ല. ദേ, ഐ ഒക്കെ വരുമ്പോൾ ഹാവ് ഉപയോഗിക്കാൻ മറക്കരുതേ. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ച് പഠിച്ചല്ലോ. അത്
കഴിഞ്ഞു പോയ സംഭവങ്ങളെ പറയാൻ ഉപയോഗിക്കുന്നു. അതിൻ്റെ ഒരു ഇഫക്റ്റ് ഇപ്പോഴും ഉണ്ടായിരിക്കും. ഒരു സബ്ജക്റ്റ് ഉണ്ടാവും, ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉണ്ടാവും, കൂടെ തന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബും ഉണ്ടായിരിക്കും. ഹീയോ ഷീയോ ഇറ്റോ വരുമ്പോൾ ഹാസും, ദേയോ അയ്യോ ഒക്കെ വരുമ്പോൾ ഹാവും ഉപയോഗിക്കുന്നു. Here I wind up today's class. See you in the next class. Till then, bye bye.